അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ചോക്ലേറ്റ് ബ്രൗണിയാണ് കേട്ടോ, ഫഡ്ജ് ബ്രൗണി. അപ്പോൾ അതിനിങ്ങനെ ഒരു ടിന്ന് എടുത്തിട്ടുണ്ട്, ബേക്കിംഗ് ടിന്ന്. അപ്പോൾ അമ്മു അതിൻ്റെ ബേക്കിംഗ് പേപ്പർ വെച്ചിട്ട് അതിൻ്റെ ബോട്ടം ഇതിലേക്ക് മാത്രമുള്ള പേപ്പർ കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ബട്ടർ വരട്ടി പാന് റെഡിയാക്കാം. അപ്പം ഞാൻ കാണിക്കാം, അവൾ കട്ട് ചെയ്തെടുക്കട്ടെ. നേരം കൊണ്ട് ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. 340 grams ഓഫ് ചോക്ലേറ്റാണ് എടുത്തേക്കുന്നത്. ഞാൻ എക്സ്ട്രാ ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് എടുത്തേക്കുന്നത്. മിൽക്ക് ചോക്ലേറ്റ് എനിക്ക് വേണ്ടത്, പക്ഷേ എൻ്റെ കയ്യിൽ മിൽക്ക് ചോക്ലേറ്റ് ഇല്ല. പക്ഷെ നമുക്കിങ്ങനെ ബ്രൗണി കഴിക്കാനായിട്ടുള്ള ആഗ്രഹം തോന്നുമ്പോൾ നമുക്ക് കിട്ടിയ ചോക്ലേറ്റ് സ്റ്റോക്കിലുള്ളത് നമ്മളെടുത്ത് ഉപയോഗിക്കുക. അപ്പോൾ 340 grams ഓഫ് ചോക്ലേറ്റ് ടോട്ടലായിട്ട് നമുക്ക് വേണം. അടുത്തത് ഞാൻ എടുത്തേക്കണത് കുറച്ച് ബട്ടറാണ്. ഒരു 100 gram ബട്ടർ ഉണ്ട് കേട്ടോ. അത് നമ്മൾ മെഷർ ചെയ്തെടുത്ത ബട്ടറും ചോക്ലേറ്റും കൂടെ ഞാനിവിടെ ഒരു മൈക്രോവേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ബൗളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മൈക്രോവേവിൽ ഒരു 30 seconds വീതം വെച്ച് നമുക്ക് ഇതിനൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. കുറേ നേരം 1 മിനിറ്റ് 2 മിനിറ്റ് വെച്ചിട്ട് പോവരുത്, ഇതാകെ കൊളായിട്ട് കിട്ടും. അപ്പോൾ ചെറിയ സമയം വെച്ചിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് ചെക്ക് ചെയ്യുക, മെൽറ്റാവും, ജസ്റ്റ് ഒന്ന് മെൽറ്റായി കിട്ടണം രണ്ടും കൂടെ. ആ സമയത്ത് തന്നെ അമ്മു ഇതേ ഇവിടെ എൻ്റെ പാൻ ശരിയാക്കി തരുന്നുണ്ട്. ബട്ടറിൻ്റെ ഞാൻ യൂസ് ചെയ്തതിൻ്റെ ബാക്കി പേപ്പറിൽ കുറച്ച് ബട്ടറും കൂടി ഉണ്ട്. അപ്പോൾ അവളത് ആ പാനിൻ്റെ എല്ലാ സൈഡിലും ആക്കണു, താഴെയും സൈഡിലൊക്കെ ആവണം എന്ന്. നമ്മൾ കട്ട് ചെയ്തെടുത്ത് ആ കഷ്ണം പേപ്പർ അതിൻ്റെ താഴെ മാത്രമേ നമ്മൾ വെക്കണുള്ളൂ, സൈഡിലൊന്നും വെക്കണില്ല. ഒരു 30 seconds ആദ്യം വെച്ചു, അത് കഴിഞ്ഞിട്ട് ഒരു 30 seconds കൂടെ വെച്ചു. അപ്പോഴത്തേ നോക്കിയാൽ ബട്ടറൊക്കെ നല്ലോണം മെൽറ്റായിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഇളക്കിയെടുത്ത് വരുമ്പോഴേക്കും ഇനി നമുക്കത് മൈക്രോവേവിൽ വെക്കേണ്ടി വരും തോന്നില്ല. എല്ലാം മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. അടിയിൽ നിന്നൊക്കെ നല്ലോണം ഇളക്കണം. അവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളോട് പറയാൻ മറന്നതാണ്. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ 180 degrees Celsius നമ്മൾ തുടങ്ങിയാണ്, എൻ്റെ മുന്നേ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു 10 minute ആവും. ഇളക്കിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം നോക്കിയേ നല്ല സിൽക്കി സ്മൂത്ത് ചോക്ലേറ്റ് ആയിട്ടുണ്ട്. ഇടയിലൊരു ബട്ടറിൻ്റെ കഷ്ണം ഉണ്ടെന്ന് തോന്നുന്നു, അതും കൂടി ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ വേറൊരു ബൗളിൽ ഞാൻ 3 വലിയ മുട്ട എടുത്തിട്ടുണ്ട്. അമ്മുവാണ് മുട്ടയും ഷുഗറും കൂടി നല്ലോണം ബീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 teaspoon വനില എക്സ്ട്രാക്റ്റും കൂടെ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ബീറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചോക്ലേറ്റും ബട്ടറും കൂടിയുള്ളത് ഇത്തിരി തണുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിക്കുക കേട്ടോ. ചൂടോട് കൂടി എടുത്ത് ഒഴിച്ചാൽ സ്ക്രാമ്പിൾഡ് എഗ് ആയിട്ട് കിട്ടും നമുക്ക്. കുറച്ച് ഒഴിച്ചിട്ട് ഇനി നമുക്ക് ഇതൊന്നും വേണ്ട, ബ്ലെൻഡറൊന്നും വേണ്ട, നമുക്ക് സ്പാച്ചുല വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് മെല്ലെ ഒന്ന് ഇളക്കി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എയറൊന്നും കളയണ്ട കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെല്ലെ ഇളക്കാൻ പറയുന്നത്. ഇപ്പം നോക്കിയേ നല്ല ബ്രൗൺ ആയിട്ട് മിക്സായി വന്നിട്ടുണ്ട്, ചോക്ലേറ്റും നമ്മുടെ മുട്ടയും ഷുഗറും എല്ലാം കൂടെ. ഇനി ഇതേ അമ്മു ഇവിടെ എനിക്ക് കുറച്ച് ഫ്ലവർ മെഷർ ചെയ്ത് തരുന്നുണ്ട്. 95 gram മൈദയാണ് നമ്മളിവിടെ എടുത്തേക്കണത്. അപ്പോൾ ഇത് ഞാൻ 1/2 teaspoon ബേക്കിംഗ് പൗഡറാണ് ഇതിലിടുന്നത്. ഒരു 1/4 teaspoon ഉപ്പും കൂടി ഇട്ടിട്ട് ഈ പൊടി ആദ്യം ഒന്ന് നല്ലോണം മിക്സ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് മിക്സിൻ്റെ കൂടെ ഇട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റർ റെഡിയായി. ഞാനിതൊരു 3-4 പ്രാവശ്യമായിട്ട് ഇട്ടിട്ടാണ് കേട്ടോ ഈ പൊടി മിക്സ് ചെയ്തെടുക്കണത്. എങ്ങനെയാണ് ചെയ്യണത്, ഒന്ന് സർക്കിൾ ചെയ്തെടുക്കും, ബൗളൊന്ന് തിരിച്ചു വയ്ക്കും, അപ്പോൾ അപ്പുറത്തെ സൈഡൊന്നും ആവാൻ. എന്നിട്ട് ഇങ്ങനെ നടുവീ കൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് ആണ് ഞാൻ മിക്സ് ചെയ്യണത്. നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച ബേക്കിംഗ് ടിന്നിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിക്കുന്നു, ബേക്ക് ചെയ്യാൻ വെക്കുന്നു ഒരു 1/2 മണിക്കൂർ. ഞാൻ ഈ സ്പാച്ചിൽ വെച്ചിട്ട് തന്നെ അതിൻ്റെ കോർണറിലേക്കൊക്കെ ഒന്ന് ആക്കി കൊടുക്കണ്ട കേട്ടോ. പാത്രത്തിൻ്റെ ലെവൽ ചെയ്തിട്ട് നമുക്ക് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ 30 minutes ഒക്കെ കഴിഞ്ഞ് കുറേ നേരമായിട്ടോ. ഞാൻ ബ്രൗണീസ് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു തണുക്കാനായിട്ട്. അതിൻ്റെ മോൾ ഭാഗം കണ്ട ഇങ്ങനെ ഇത്തിരി ക്രാക്ഡ് ആയിട്ട് വരും, പക്ഷേ ഉള്ളിൽ നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല സോഫ്റ്റാണ് ഉള്ളിൽ. അപ്പോൾ ഞാനത് കട്ട് ചെയ്തു പീസസ് ആയിട്ട്. ഫഡ്ജ് ബ്രൗണീസിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. സ്മിതാസ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. ബൈ.